ഒരു നല്ല സമയത്ത്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസം, അതിന്റെ അവസാന ലാപ്പിൽ എല്ലാവർക്കും ഒരു എനർജി പകരാൻ കിട്ടിയ ഒരു വലിയ അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഇന്ന് പയ്യോളിൽ ഒരു ഫിസിക്കൽ പ്രോഗ്രാം കഴിഞ്ഞു. വലിയ രീതിയിലുള്ള റിസൾട്ട് എല്ലാം കിട്ടിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. വീട്ടിൽ വന്നു. കുറെ ആളുകൾ പ്രോഗ്രാമിന് ശേഷം അവരുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇന്നത്തെ പ്രോഗ്രാം സാധാരണ ചെയ്തൊരു പ്രോഗ്രാമിൽ നിന്ന് എന്തെങ്കിലും കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാന്നുള്ളത്, എന്റെ പ്രോഗ്രാം എനിക്ക് ബോറടിക്കുന്നത് കൊണ്ട് ഞാൻ പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് സമയം, ഒരു 1.5 മണിക്കൂർ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്താലാണ് അതിന്റെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശത്തോടു കൂടി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം. നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. 3 സബ്ജക്റ്റ് നമുക്ക് കൊണ്ടുവരണം. മനഃശക്തി, ആരോഗ്യം, ആർസിയം. ഈ 3 ടോപ്പിക്കാ ശരിക്കും. മനഃശക്തി, മൈൻഡ് പവർ എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്, ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ആരോഗ്യം എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ഇത് രണ്ടും RCM-ലേക്ക് സന്നിവേശിപ്പിച്ച് നമ്മളൊരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുകയാണ്. ശരിക്കും മനഃശക്തിയുടെ ഒരു പ്രോഗ്രാം തന്നെ ഒരു ദിവസമൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ അത്തരം പ്രോഗ്രാം ഞാൻ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സെഷൻ ഡോക്ടർ രാജൻ സാറ്, സുഭാഷ് സാറ്, അങ്ങനെ ഒത്തിരി ലീഡേഴ്സ് നമുക്ക് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട സെഷൻസ് കേരളത്തിൽ സജീവമായിട്ട് ചെയ്യുന്നുണ്ട്. RCM-ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഇത് 3ഉം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത റിസൾട്ട് കിട്ടാൻ പറ്റുമെന്ന് ഞാൻ ഇതിനെ 3നെയും കൂടി ഒന്ന് സംയോജിപ്പിച്ച് നോക്കി. മനസ്സിനെയും ശരീരത്തിനെയും RCM-നെയും കൂടി ഒന്ന് സന്നിവേശിപ്പിച്ചപ്പോൾ ഒരു വലിയ റിസൾട്ട് കിട്ടുമെന്നാണ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ ഞാൻ ആദ്യം മനസ്സിലാക്കി. കാരണം ഈ പ്രോഗ്രാം ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ അതിനെ ഒന്ന് ആസ്വദിച്ചു, 2-3 തവണ ആസ്വദിച്ചു. ഇനി നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി, മനസ്സിലേക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി തരികയാണ്. എന്തായാലും ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു കാര്യം കേട്ടുപോകുന്നതിലല്ല, കേൾക്കുമ്പോൾ നമുക്ക് അറിവുണ്ടാവുകയും അതിനെ ആക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പൊ ഞാൻ മനഃശക്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ പറയും, മൈൻഡ് പവർ ആയിട്ട് ബന്ധപ്പെട്ട്. അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ അതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഹെൽത്തും അത് മനഃശക്തിയും ആരോഗ്യവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു ടിപ്സ് ആണ് പറയാ. ഇതുവരെ നിങ്ങൾക്ക് അത് ആ രൂപത്തിൽ കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. RCM-ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും നമുക്ക് ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യങ്ങളെ മുറിക്കുമ്പോൾ ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ഒരു 3 ടാസ്കും കൂടെ ഇന്ന് രാത്രി പ്രോഗ്രാമിന് മുമ്പ്, ഈ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ആ ടാസ്ക് ഏറ്റെടുക്കാൻ റെഡിയാണോ? റെഡിയാണെങ്കിൽ യെസ് പറഞ്ഞോ. അതായത് ക്ലാസ് കേട്ട് കൈയടിക്കാൻ വേണ്ടി മാത്രമല്ല ആക്ഷൻ. ഇപ്പം നമ്മള് ലോക നേതാക്കന്മാരായിട്ടുള്ള ഹിറ്റ്ലറിനെയും മൊസോളിനിയെയും കമ്പയർ ചെയ്യാറുണ്ട്. ഹിറ്റ്ലർ ജർമ്മനിയെ വലിയ രീതിയിൽ ഇന്നും നമ്മുടെ മുന്നിൽ ഒരു ഭീകര രൂപത്തിൽ നിൽക്കുന്ന ആളാണ് മുസോളിനി. രണ്ടുപേരും ഭയങ്കര പ്രഭാഷകരായിരുന്നു. അപ്പോ മുസോളിനിയുടെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ ആവേശത്തോടു കൂടി കൈയടിക്കുമെന്നാ പറയാം. ഹിറ്റ്ലറുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ വലിയ കയ്യടിയൊന്നുമില്ല. അയാൾ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി പോകും. കൊല്ലാനായിരിക്കും പറഞ്ഞത്, കൊല്ലാൻ പോവുക ചെയ്യാം. അതുപോലെ എനിക്ക് കയ്യടിയും വേണം, ചെയ്ത്തും വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഒന്നിച്ച് കടക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കൂടി നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രസന്റേഷനിലൂടെ ആകുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ചിത്രങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും, എല്ലാ ഡയമണ്ട്സിനെയും വളരെ ആദരവോടെ ആവേശത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൈൻഡ് പവർ, മനഃശക്തി, ആരോഗ്യം, RCM എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് സുജി സാറിനെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാം. കാരണം സുജി സാർ ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക്. ഞാൻ ആ സമയത്ത് മീറ്റിംഗ് ഹാളിലായിരുന്നു, എനിക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം തിരിച്ചിറങ്ങി വന്നു. സാറെ ഒരു പ്രോഗ്രാം ചെയ്യണം. ഞാൻ ചോദിച്ചു, സാറേ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ? ശ്രീ സാറിന് ഞാൻ ടോപ്പിക് തരില്ല, ശ്രീ സാറിന് ഇഷ്ടമുള്ള എടുത്തോ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാവർക്കും യോജിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൈൻഡ് പവർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒത്തിരി പ്രോഗ്രാം ചെയ്തു. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മൈൻഡ് പവർ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 1 ഡേ ട്രെയിനിങ് നമ്മൾ കോഴിക്കോട് സർട്ടിഫിക്കേഷൻ നടത്തിയിരുന്നു.
അതിന്റെ സർട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടർ വിനു വിജയൻ, അതുപോലെ തന്നെ ട്രെയിനർമാരെയൊക്കെ ചേർത്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തി. അവിടെ ഒരു വ്യായാമമൊക്കെ നമ്മൾ സ്റ്റേജ് ചെയ്തു. ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മള് ആ ഒരു പ്രോഗ്രാമില് അതിന്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലാ ഒരു 200ഓളം ആളുകൾ ഒരു ഹാളിലിരുന്ന് ഈ ഒരു വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ആജിസ് സാറൊക്കെ അതിന്റെ ഫ്രണ്ടിലുണ്ട്, ഈ വീഡിയോയിലും ഉണ്ട്. ആ വ്യായാമത്തിന്റെ ഒരു ലാസ്റ്റ് ഘട്ട. അപ്പൊ നമ്മൾ കാല് മുതൽ തലവരെയും സ്കിന്നിന് വരെയുള്ള ഒരു വ്യായാമമാണ് നമ്മളെ റൂമിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ്, അപ്പൊ ഈ മനഃശക്തിയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പരിശീലന പരിപാടികൾ ഒരുപക്ഷെ ഈ മാർച്ച് മാസം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴുത്തിനുള്ള ഒരു കഴുത്തൊന്നും ഇങ്ങനെ ആക്കി നോക്കി എല്ലാവരും. തലയിൽ ഇതുവരെ രാവിലെ തൊട്ട് കയറിയല്ലോ ഒന്ന് റെഡി ആക്കി എടുക്കാൻ വേണ്ടി. കഴുത്ത് ഇളകുന്നുണ്ടോ? വെരി ഗുഡ്. ഹേമ സാറിന്റെ കഴുത്തൊക്കെ നന്നായിട്ട് ഇളകുന്നുണ്ടോ? അങ്ങനെ കറക്കുക, ഇളക്കുക. കഴുത്ത് ഇളക്കി തുടങ്ങിയാൽ തലയ്ക്കകത്ത് കുറച്ച് ഗ്യാപ്പ് കിട്ടും. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തല നിറഞ്ഞു കിടക്കുന്നൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചാക്കിലൊക്കെ എങ്ങനെ ഇടിച്ചു കയറ്റൂലേ പുതിയ സാധനങ്ങളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ തന്നെ കേരളത്തിന്റെ ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ പ്രോഗ്രാമിൽ ഒരു ബ്ലൈൻഡ് വാക്ക് ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കറുകുറ്റിയിലാണ് നമ്മുടെ ഓൾ കേരള ടെക്നിക്കൽ അച്ചീവേഴ്സ് മീറ്റില് ബ്ലൈൻഡ് വാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഡേഴ്സ് ഒക്കെ പരസ്പരം കണ്ണടച്ച് നടന്നു. നമ്മളെ ലീഡർമാരൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ആളുകളുടെ സഹായത്തോടു കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ബ്ലൈൻഡ് വാക്ക്. അത് കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ അച്ചീവേഴ്സും ബ്ലൈൻഡ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശീലന പരിപാടികളാണ്. ഇതാ ലീഡേഴ്സ് എല്ലാം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മൈൻഡ് പവറായിട്ട് ബന്ധപ്പെട്ട്, അതായത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നേതൃനിര ഇന്ന് നമുക്ക് കേരളത്തിലുണ്ട്. ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ഈ മൈൻഡ് പവറായിട്ട് ബന്ധപ്പെട്ടും RCയുമായിട്ട് ബന്ധപ്പെട്ടും ഫയർ അപ്പ് പ്രോഗ്രാമില് ഇത്തവണ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുത്ത ആലുവ വണ്ടർ വേൾഡിലായിരുന്നു. 100-200-ലധികം ആളുകൾ വളരെ ആവേശത്തോടു കൂടി ആ പ്രോഗ്രാമിലും പങ്കെടുത്തു. ഇതൊരു വെറൈറ്റി ക്ലാപ്പാണ് കേട്ടോ. ഈ കയ്യടിയുടെ പ്രത്യേകത എന്താ അറിയോ? നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളെക്കാളും നല്ല ഒച്ചത്തിലും സ്പീഡിലും കൈയടിക്കണം. മാക്സിമം നമ്മുടെ വായിന്ന് സൗണ്ട് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ക്ലാപ്പായിരുന്നു. അപ്പൊ എന്താണ് മൈൻഡ് പവർ, മനഃശക്തി എന്ന് പറയുന്നത്? ഒരു 4-5 സ്ലൈഡിലൂടെ, കാരണം 3 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഞാൻ മാത്രമേ പറയുള്ളൂ. മൈൻഡ് പവർ എന്ന് പറയുന്ന സമയത്ത് മനഃശക്തി ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും മനസ്സെന്താന്ന് ഉണ്ടാവുന്നത്. നമ്മുടെ TCG ഒക്കെ നമ്മളോട് പറയുന്നത് ഒരു നല്ല മനുഷ്യനാവാനാണ് അദ്ദേഹം ട്രെയിനിങ് എടുക്കുന്നത്. പ്രോഡക്റ്റ് ട്രെയിനിങ് ഒന്നും അല്ല എടുക്കുന്നത്. നമ്മളെന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ നന്നാക്കാനുള്ള ട്രെയിനിങ്ങുകൾ എടുക്കുന്നത്. അപ്പൊ മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ വലിയൊരു ശക്തി. പ്രപഞ്ചത്തിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ മനുഷ്യന്മാരുടെ ഇടയിലൊക്കെ 80% ആളുകൾ നെഗറ്റിവിറ്റി ഉണ്ട് എന്നാ പറയാ. അതുകൊണ്ടാണ് ലോകത്തിലെ സമ്പത്തിന്റെ 20% മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ കയ്യിലുള്ളൂ. 80-90% വരുന്ന ആളുകളുടെ കയ്യിൽ വെറും 20% സമ്പത്തേ ഉള്ളൂ. ഈ സമ്പത്തെല്ലാം കിടക്കുന്നത് പോസിറ്റീവായിട്ടുള്ള 20% ആളുകളുടെ കയ്യിലാണ്. അവർക്ക് പണത്തിനെ പറ്റി നെഗറ്റീവ് ഇല്ല, ആളുകളെ പറ്റി നെഗറ്റീവ് ഇല്ല. ആളുകളെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആശയങ്ങളെ പറ്റി സംസാരിക്കുന്നു. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ പ്രപഞ്ചത്തിൽ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ശക്തി, നിങ്ങൾക്ക് ദൈവമെന്നോ ദൈവമില്ലാത്ത ആളുകൾക്ക് ഭൂമിയിലെ ഒരു ശക്തി, പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി, എന്തെങ്കിലും ഒരു വലിയ ശക്തി ഭൂമിയിലുണ്ട്. ആ ഒരു പവറും നമുക്കും ഒരു ശക്തിയുണ്ട്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ തോട്ട്സ് ആണ്. തോട്ട്സ്, നമ്മുടെ ചിന്തകൾ. ഈ തോട്ട്സ് പോസിറ്റീവ് ആയാലേ ദൈവമാണെങ്കിലും പ്രപഞ്ചത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം നെഗറ്റീവ് ആണെങ്കിൽ അങ്ങോട്ട് കണക്ട് ആവൂല. അപ്പൊ പ്രപഞ്ചത്തിന്റെ അപാരമായ ശക്തിയും നമ്മുടെ ശക്തിയും തമ്മിൽ കണക്ട് ആവണമെങ്കിൽ നമ്മളുടെ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവണം. അപ്പോഴാണ് മൈൻഡ് പവർ വർക്ക് ചെയ്യുക. വലിയൊരു തിയറിയാണ് കേട്ടോ ഇത്. ഇത് ഞാനൊരു 1-2 സെന്റൻസ് കൂടെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെറുതായി കാണരുത്. അതായത് മൈൻഡ് പവർ ഉണ്ടെങ്കിൽ എന്തും നേടാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും നേടണമെങ്കിൽ മനഃശക്തി നമ്മൾ ആർജിച്ചെടുക്കണം. മനഃശക്തി വേണം. ഏത് കാര്യത്തിനെയും നേരിടാനും നേടാനും മുന്നോട്ട് പോകാനും. ആളുകൾ പിന്നോട്ട് വലിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റക്കായി പോകാതിരിക്കാനും
RCMന്റെ സ്റ്റാർ ഡയമണ്ടിലേക്കൊക്കെ പോകണമെങ്കിൽ നല്ല മനഃശക്തി ആർജിച്ചെടുക്കണം. ആ മനഃശക്തി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വലിയ ശക്തിയും നമ്മളെ ശക്തിയും തമ്മിൽ ഒന്നാവുമ്പോൾ ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ മൈൻഡ് പവർ നമ്മൾ നേടണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ വേണമെന്നാണ് ഇതിനകത്ത് വിദഗ്ധരായിട്ടുള്ള എന്റെ ഒരു ഗുരുനാഥൻ ഡോക്ടർ ജസ്റ്റിൻ സാർ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അദ്ദേഹത്തിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ് വേണം. ഉപാധികളില്ലാതെ നമ്മളുടെ മനസ്സിൽ പേറി നടക്കുന്ന പക, വിദ്വേഷം, ദേഷ്യം അങ്ങനത്തെ സാധനങ്ങളെല്ലാം മറന്നു കളയണം. മറ്റൊരാളെ പേടുള്ള ദേഷ്യമൊക്കെ നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവണം. നിങ്ങളോട് അയാൾ മോശമായി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ അത് എപ്പോഴോ മറന്നു എന്ന് പറയുന്ന ലെവലിൽ ഒരു ഡിലീറ്റിംഗ് സിസ്റ്റം നമുക്ക് വേണം. എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്ക് അപ്പൊ അൺകണ്ടീഷൻ ഉപാധികൾ വെക്കരുത്. ഇപ്പൊ മൈൻഡ് പവർ, ചില ആളുകൾ മൈൻഡ് പവർ വർക്ക് ചെയ്യില്ല, കാരണം അവർ ചില പകകളൊക്കെ അവിടെ ബാക്കി, അതെന്തായാലും എനിക്ക് മറക്കാൻ പറ്റില്ല, ഇതെന്തായാലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പം എല്ലാ കാര്യങ്ങളും ഫർഗീവ് ചെയ്യുക, പുറത്തു കൊടുക്കുക. അപ്പോഴാണ് ദൈവമായി അല്ലെങ്കിൽ ആ വലിയ ശക്തിയായി നമ്മൾ മാറുക. ദൈവത്തിന് എല്ലാവരോടും പുറത്തു കൊടുക്കാനൊക്കെ പറ്റും, വീണ്ടും വീണ്ടും പുറത്തു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഫർഗീവ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് നന്ദി ഉണ്ടാവുക. ഇപ്പൊ ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച സുജി സാറിനെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹേമന്ത് സാറിനെ ഒക്കെ ഞാൻ നന്ദിയോടുകൂടി സ്മരിച്ചും ഓർത്തും കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. കാരണം ഇത്രയധികം ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് RCMനെ ഏറ്റവും വലിയ രീതിയിൽ ഇന്ത്യയിൽ ആകമാനം അഭിമാനകരമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഫേർ ഇതിന്റെ ഒക്കെ പിന്നിൽ ഷെയർ ചെയ്തും നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളോടൊപ്പം ഒത്തിരി റൂബിമാര്, രഞ്ജി സാർ, എന്റെ പ്രിയപ്പെട്ട റൂബി ഉണ്ട്, ഹേമന്ത് സാർ ഉണ്ട്, ബിനു സാർ, ഇങ്ങനെ ഒരുപാട് റൂബിമാരുണ്ട്. സ്റ്റാർ എമറാൾഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു നല്ല കൂട്ടായ്മ കേരളത്തിൽ ഇപ്പം ഫയറപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും പരസ്പരം ഒരു നല്ല എന്താ പറയാ, ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ, ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വിളിച്ച കുറെ ആൾക്കാർ ആദ്യത്തെ ഒരു ടാസ്ക് ഞാൻ തരാം, ഒരു പ്രാക്ടീസ്. ഇന്ന് നിങ്ങൾക്ക് ആരോടെങ്കിലും 2 പേരോട് ഒരു നന്ദി പറഞ്ഞിട്ട്, ഒരു നന്ദി എഴുതിയിട്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് എന്ന് പറയും, 2 പേരോട് നന്ദി എഴുതിയിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കും. നന്ദി ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ റിസ്ക് ഉള്ള കാര്യമല്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമുക്ക് കിട്ടിയ ആ ഭക്ഷണത്തിന്റെ പുറയിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, കർഷകർ കൃഷി ചെയ്തത് മുതൽ നമ്മൾ RCMന്റെ എന്തെങ്കിലും ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫാക്ടറിയിൽ ഉൽപ്പാദിച്ച ആള്, TC ചബ്രാജി, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്ത ലീഡേഴ്സ്, ഇവരൊക്കെ നമുക്ക് നന്ദി പറയാൻ പറ്റും. നന്ദി പറയുമ്പോൾ നമ്മൾ വലുതാകുകയും നന്ദി പറയാതിരിക്കുമ്പോൾ നമ്മൾ ചെറുതാകുകയും ചെയ്യും. വലിയ ആളുകളാണ് നന്ദി പറയുക. വലുത് എന്ന് പറഞ്ഞാൽ ഭയങ്കര 150 കിലോ വെയിറ്റ് അല്ല, മനസ്സിന്റെ വലുപ്പമാണ് കേട്ടോ. വലിയ വെയിറ്റ് ഉള്ളത് കൊണ്ട് വലിയ ആളായിക്കോണമെന്നില്ല. അപ്പൊ അവിടെ നമ്മളെ മനസ്സിന്റെ വലുപ്പമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 2 പേരോടെങ്കിലും ഇന്ന് രാത്രിക്ക് ഒരു ടാസ്ക്, മൈൻഡ് പവർ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് ഞാൻ. അതുപോലെ തന്നെ ഒരു ബ്ലെസ്സിങ് നാച്ചർ. ഈ 3 സാധനമാണ് ഷോർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. ബ്ലെസ്സിങ് നാച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം കൊടുക്കുന്ന, അനുഗ്രഹ വാക്കുകൾ ചൊരിയുന്ന, മോശം വാക്കുകൾ പറയാത്ത നല്ല ഒരു നാച്ചർ, അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അതിലും വേറെ കുറെ സയൻസ് ഒക്കെ ഉണ്ട്. ഈ പ്രോഗ്രാം ഒരുപാട് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ വാട്ടർ മെമ്മറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമുണ്ട്. അതായത് നമ്മൾ വെള്ളത്തിനെയൊക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു. വെള്ളത്തിന് മെമ്മറി ഉണ്ടോ എന്നൊക്കെ നോക്കിയ സമയത്ത് 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ഒരു ഗ്ലാസ്സിൽ മോശം ചീത്ത വാക്കുകൾ പറഞ്ഞു, മറ്റേതിൽ നല്ല വാക്ക് പറഞ്ഞു. ഇതിനെ ഫ്രീസ് ചെയ്തു, ക്രിസ്റ്റൽ ആക്കി നോക്കിയ സമയത്ത് മോശം വാക്ക് പറഞ്ഞ വെള്ളം കറുത്ത കളറിൽ, കറുത്തെന്ന് പറഞ്ഞാൽ അതിനൊരു ഡാർക്ക്നെസ് വരികയും, നല്ല വാക്കുകൾ പറഞ്ഞ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് പ്യൂരിഫൈ ആയിരുന്നു. അപ്പൊ അതിനകത്ത് പഠിച്ചൊരു കാര്യം, വെള്ളത്തിന് മെമ്മറി ഉണ്ട്. അപ്പം യുദ്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എടുത്തു, സമാധാനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എടുത്തു. ഇത് നോക്കുമ്പോൾ യുദ്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കലുഷിതമായിരുന്നു, സമാധാനമുള്ള സമയം. അപ്പൊ വെള്ളത്തിന് മെമ്മറി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേടിക്കണം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറ്. നമ്മുടെ ശരീരത്തിൽ 70-80% വെള്ളമുണ്ട്. നമ്മൾ ചീത്ത വാക്കുകൾ ആരോടെയും പറയുമ്പോൾ, ചീത്ത ചിന്തിക്കുമ്പോൾ ഒക്കെ നമ്മളെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ഇത് സ്റ്റോർ ആവും. ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല, കാരണം മനസ്സ് ശുദ്ധമാക്കി വെക്കാൻ പറ്റുന്നില്ല. ന്യൂട്രിചാർജ് കഴിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല, റൈസ് ബ്രാൻ ഓയിൽ കഴിച്ചിട്ട് റിസൾട്ട് ഇല്ല, ഗാമ കഴിച്ചിട്ട് റിസൾട്ട് ഇല്ല, കാരണം മനസ്സിൽ വിശ്വാസമില്ല, അതുപോലെ തന്നെ മനസ്സ് ശുദ്ധമല്ല എന്നുള്ള ഒരു പ്രശ്നം. അപ്പോൾ മനസ്സിനെ കൂടി നല്ല മനസ്സോടുകൂടി ഒരു പച്ചവെള്ളം, ഇപ്പൊ നമ്മള്
പുണ്യാഹം അല്ലെങ്കിൽ ജപിച്ച വെള്ളം, ഹംസം വെള്ളം, ആനാം വെള്ളം, അങ്ങനെ ഒരുപാട് മതപരമായിട്ടും വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം വാട്ടറിലേക്ക് മന്ത്രിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മെമ്മറി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്യും, അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ആ പരിശുദ്ധി കിട്ടുക എന്നുള്ള ഒരു വിശ്വാസമാണ്. അത് സയന്റിഫിക്കലിയും അതിന് കുറെ പ്രൂഫൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊക്കെ നല്ല സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാമുവിന്റെയും സോമുവിന്റെ ഒക്കെ കഥ. സോമുവിനെ രാമുവിനെ സോമു അടിച്ചപ്പോ മണ്ണിൽ എഴുതി വെച്ചു, കടലിൽ വീണപ്പം വെള്ളത്തിൽ രക്ഷിച്ച സമയത്ത് പാറപ്പുറത്ത് എഴുതി വെച്ചു. അപ്പൊ അടിച്ചത് മറന്നു പോകണം, അതുകൊണ്ടാണ് ഞാൻ മണ്ണിൽ എഴുതിയതെന്നും പാറപ്പുറത്ത് എഴുതി വെച്ചത് അതൊരിക്കലും ആ മെമ്മറി പോകരുത്. നമ്മൾ ഡയമണ്ട് വട്സാർ പറഞ്ഞൊരു സ്റ്റോറിയാണ്, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ഏത് അപ്ലൈനോട് ചോദിച്ചാലും കേരളത്തിൽ ഒരു അപ്ലൈൻ നിങ്ങൾക്ക് അത് വിശദമായി പറഞ്ഞു തരും. അപ്പോ അങ്ങനെ ഒരു ഫോർഗീവ്നെസ്സും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും ബ്ലെസ്സിങ് നാച്ചറും ഉണ്ടെങ്കിൽ നമ്മളിൽ മൈൻഡ് പവർ ഉണ്ടാവും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ് കേട്ടോ, ഒരു കാന്തമാണ്. നിങ്ങൾ സക്സസിനെ പറ്റി ചിന്തിച്ചാൽ ലോകത്ത് എവിടെ വിജയം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഡയമണ്ടിനെ പറ്റി ചിന്തിച്ചാൽ നിങ്ങൾ ഡയമണ്ട് ആവും. പ്രോസ്പെരിറ്റിനെ പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും. ഹാപ്പിനെസ്സിനെ പറ്റി ചിന്തിച്ചാൽ ഹാപ്പിനെസ് ഉണ്ടാവും. ഹെൽത്തിനെ പറ്റി ചിന്തിച്ചാൽ ഹെൽത്ത് ഉണ്ടാവും. നിങ്ങൾ രോഗക്കിടക്കയിലാണെങ്കിലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന് സുഖമില്ല, നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കുന്നതിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. മന്ദം മന്ദം നടക്കുന്ന നിങ്ങൾ ഓടുന്നതിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടാൻ പറ്റും. അപ്പോ നമ്മൾ എന്താണോ അതേ സ്ഥാനത്ത് നടക്കുന്ന ഒരാൾ ഞാൻ നാളെ കടന്നു പോകുമെന്ന് ചിന്തിച്ചാൽ ഉറപ്പായിട്ടും കടന്നു പോകും. സാർ അതെങ്ങനെയുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ വിചാരിക്കുക ഞാൻ കടന്നു പോകും, എന്താവും? ശരിയല്ലേ? അതായത് അപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നാളെ അപകടം വരും, ദുഃഖം വരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ദുഃഖം ഉണ്ടെങ്കിലും കിട്ടും. ഞാൻ ചില സദസ്സുകളിലൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകൾ ചില കഥകളൊക്കെ പറയും. നമ്മുടെ RCMന്റെ സദസ്സൊന്നല്ല, മറ്റ് ഫംഗ്ഷൻസിനൊക്കെ. അപ്പൊ അവിടെ ഒരാള് ഒരു ദിവസം ഒരു കഥ പറഞ്ഞു തുടങ്ങിയാണ്. എന്റെ വീടിനടുത്ത് ഒരു 30 വയസ്സുള്ള ഒരാൾ ക്യാൻസർ വന്ന് മരിച്ചു. നിക്ക് അടുത്ത ആള് പറയാം 30ന്റെ മാറ്റി വെക്ക്. എന്റെ വീടിനടുത്ത് 20 വയസ്സുള്ള ആൾ ക്യാൻസർ വന്ന് മരിച്ചു. അപ്പൊ അടുത്ത ആള് പറയാം എന്റെ വീടിനടുത്ത് 15 വയസ്സുള്ള കുട്ടി ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പൊ ആവേശമാണ് ക്യാൻസർ വന്ന് മരിച്ചു. അതായത് നമ്മൾ എന്താണോ ഡെലിവറി ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കൂട്ടായ്മകളെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആളുകൾ. അപ്പൊ ബിലീവ് ആൻഡ് യു ഷാൽ റിസീവ്. ഇതില് സക്സസിനെ പറ്റി ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യണം. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നാളെ 2025 ഒക്കെ ആവുന്ന സമയത്ത് നമ്മളെ ഒരു ഇൻഡസ്ട്രിയിൽ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ എമറാൾഡാവും, സ്റ്റാർ എമറാൾഡാവും, ഹേമന്ത് സാറിനെ പോലെ റൂബിയാവും, സുജിത് സാറിനെ പോലെ സ്റ്റാർ റൂബിയാവും, സഫയർ മുർത്ത് സാറിനെ പോലെ സഫയർ ആവും, വട്ട് സാറിനെ പോലെ ഞാനും ഒരു ഡയമണ്ട് ആവും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അതിനെപ്പറ്റി ആ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളൊരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 2-3 സ്ലൈഡ് കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകും. ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിനകത്തേക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പല പല വിശ്വാസങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ ആ വിശ്വാസങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം വിശ്വാസമാണ്. എല്ലാം വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും നേടാൻ പോകുന്നില്ല. എത്ര പ്രൊഡക്റ്റുകൾ RCMൽ ഇനിയിപ്പോ ഒരു 10 ലക്ഷം പ്രൊഡക്റ്റ് വന്നാലും നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ വിശ്വാസം നമുക്ക് വേണം. അപ്പൊ ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് കൊഗ്നീഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കൊഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സിനുള്ളിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളൊക്കെ സ്റ്റോർ ചെയ്യപ്പെടും. കൊഗ്നീഷൻ ആൻഡ് പെർസെപ്ഷൻ 2 വിശ്വാസങ്ങളാണ്. കൊഗ്നീഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആദ്യത്തെ ഒരു 5-6 വയസ്സിനുള്ളിൽ തന്നെ അവൻ തീരുമാനിക്കും ഞാൻ കോഴിക്കോട് ജില്ലയിലെ എന്താ പറയാ ഇന്ന സ്ഥലത്തെ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇന്ന സ്ഥലത്തെ, കോട്ടയത്തെ ഇന്ന സ്ഥലത്തെ, തിരുവനന്തപുരത്തെ ഇന്ന സ്ഥലത്തെ ഇന്ന അച്ഛന്റെയും മകനാണ്, അച്ഛന്റെയും അമ്മയുടെയും മകനാണ്, മകളാണ്, എനിക്ക് ഇത്രയൊക്കെ ആവാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഒരു 5-6 വയസ്സാകും. അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാവുന്നു, അധ്യാപകന്മാരുടെ മക്കൾ അധ്യാപകന്മാരാവുന്നു. കാരണം ആ വിശ്വാസം വേഗം ആവാൻ പറ്റും എന്നുള്ള വിശ്വാസം വേഗം അങ്ങോട്ട് അവരുടെ മനസ്സിൽ ഉറച്ചു പോയതാണ്. ഇതിനപ്പുറത്തേക്ക് ഞാനൊരു ബഹിരാകാശത്തേക്ക് പോകുന്നോ സ്പേസിലേക്ക് ടൂർ പോകുന്നോ ഒക്കെയുള്ള സാധനം വിശ്വസിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുണ്ടാവണമെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വേണം. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ പറയുക. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ ഏതാണ്ട് 90-99% നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളെല്ലാ വിശ്വാസങ്ങളും അതിനകത്ത് കിടക്കുക. നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ ആളുകളോട് ചോദിച്ചിരുന്നു, നമുക്ക് 2 മനസ്സുണ്ട്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്.
നമ്മുടെ എല്ലാ ആക്ഷൻസും, നമ്മുടെ ആക്ടിവിറ്റി എല്ലാം ചെയ്യിപ്പിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാ. രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കുന്നത് മുതൽ കുളിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് അതാ പേപ്പറിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. രാവിലെ സോപ്പ് എടുത്തു, വെള്ളം ഒഴിച്ചു, കാലിൽ നിന്ന് പല്ല് തേച്ചു തുടങ്ങി, അല്ലെ തലയിൽ നിന്ന് സോപ്പ് തേച്ചു തുടങ്ങി, വെള്ളം എങ്ങനെ ഒഴിച്ചു തുടങ്ങി എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വേറെ എന്തോ ചിന്തിക്കുകയായിരിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് അത് ചെയ്യും. അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഓർക്കുമോ, ഞാൻ ഇവിടെ എത്തിയല്ലോ, എവിടെയാണ് ക്ലച്ച് ചവിട്ടിയത്, എത്ര ഹമ്പ് കടന്നു വന്നു, എത്ര വണ്ടിക്ക് ഓവർടേക്ക് ചെയ്തു എന്നും നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡാണ്. ഞാൻ 1-2 സ്ഥലങ്ങളിൽ ഈ ട്രെയിനിങ് എടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. വലിയ ചിന്തകളൊക്കെ ഉള്ള പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ദിവസം രാവിലെ ഞാനിങ്ങനെ എൻ്റെ ബ്രഷ് എടുത്ത് നോക്കും, ബ്രഷിൽ നനവുണ്ടോ എന്ന് നോക്കും. കാരണം പല്ല് വെച്ചോന്ന് ഓർമ്മയില്ല. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും. ശ്രീല മാഡം അവിടുന്ന് ചിരിക്കുകയാണ്. കാരണം എന്താ, പല്ല് തേച്ചോന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ പല്ല് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡാ ചിന്തിക്കുക. ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇരുത്തം എങ്ങനെയാണെന്നൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതാ ഷെഡി വൺ, ഊര വളയ്ക്കൂ, കാല് സ്ട്രൈറ്റ് ആക്കൂ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഓൾറെഡി എങ്ങനെയാണോ ഇരിക്കുന്നത് നമ്മൾ ഇരിക്കും. കാരണം സബ് കോൺഷ്യസ്. അപ്പൊ ഈ മനസ്സൊരു വല്ലാത്തൊരു മനസ്സാണ്. അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ മാർച്ച് മാസം, നിങ്ങൾക്ക് നമ്മളിപ്പോ 24-ാം തീയതി ആണല്ലോ ഇന്നിവിടെ. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഈ മാസം ഇന്ന് നിങ്ങളിപ്പോ 1 ലക്ഷം ബിസിനസ്സിലാണ് ഉള്ളതെങ്കിൽ ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.5 ലക്ഷം ബിസിനസ് എത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 90% ആളുകൾ അന്നേരം തന്നെ ചിന്തിക്കും പറ്റൂല എന്ന്. കാരണം എന്താ, ജനറലൈസേഷൻ. ഞാൻ കുറെ കാലമായിട്ട് പല കാര്യങ്ങളും ശ്രമിച്ച് നടന്നിട്ടില്ല. പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ പല ആളുകൾക്കും ജനറലൈസേഷൻ. പക്ഷെ ശരിക്കും നമുക്ക് പറ്റുമായിരുന്നു. ശരിക്കും നമുക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ കഴിവൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് എടുത്തില്ല. അതുപോലെ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മളെ തോന്നിപ്പിക്കുക. ശരിക്കും അങ്ങനെയല്ല. അപ്പൊ ഈ 2 കാര്യങ്ങളും നമ്മൾ പുറത്ത് കടന്നിട്ട് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ, നമുക്ക് പഴയകാല പരാജയങ്ങളുടെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയും തോന്നലുകളുമല്ല വേണ്ടത്, പെർസെപ്ഷൻ വേണം. പെർസെപ്ഷൻ എന്ന് ഒരു വീക്ഷണം. ഞാൻ ഉറപ്പായിട്ട് മാർച്ച് മാസം ഇന്നുള്ളതിനേക്കാൾ 3 മടങ്ങ് ബിസിനസ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച ഓപ്പണറോ, ഈഗിളോ, റണ്ണറോ, വിന്നറോ, സ്റ്റാറോ, പുതിയ റോയൽറ്റിയോ, ടെക്നിക്കലോ ഈ മാസം ആകുമെന്നുള്ള ഒരു ശുഭകരമായ ഉറച്ച വിശ്വാസം. ഐ സീ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സീ ഹാപ്പൺ, നോട്ട് വാട്ട് ആക്ച്വലി ഡസ്. ഞാൻ കാണുന്ന വേൾഡ് എങ്ങനെയാന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എന്താ, ഐ വുഡ് ലൈക്ക് ടു സീ ഹാപ്പൺ. I see the world in terms of what I would like to see happen, not what actually. ഇതുവരെ എങ്ങനെ നടന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല, എങ്ങനെയാണ് യഥാർത്ഥം നടക്കുന്നത് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച്, നാളുകളെ കുറിച്ച്, മാർച്ചിനെ കുറിച്ച്, ഡിസംബറിനെ കുറിച്ച്, 2025 കുറിച്ച് എനിക്ക് ഡയമണ്ട് ആയി കാണുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ ഡയമണ്ട് ഷിപ്പിൽ എത്തിയിരിക്കുന്നത്, ആ രാജസിംഹാസനത്തിൽ എത്തിയിരിക്കുന്നത്, TCG എന്റെ കയ്യിലേക്ക് ഡയമണ്ടിന്റെ പിന്നെടുത്ത് തരുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതും ആ ചിത്രം മാത്രമേ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുള്ളൂ. എന്റെ പൂർവ്വകാലത്ത് ഞാൻ പരാജയപ്പെട്ടു, ഞാൻ പിന്നോട്ട് പോയി എന്നുള്ള ഒരു ചിത്രവും കാണാൻ എനിക്ക് ഇഷ്ടമല്ല. പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ള ഒരു കോട്ടാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലത്തെ ചിന്തകളെയൊക്കെ മാറ്റി മുന്നോട്ട് വലിയ വിജയങ്ങളെ, വലിയ സ്വപ്നങ്ങളെ, വലിയ കാര്യങ്ങളെ, വലിയ വീട്, വലിയ കാറ്, ഇതെല്ലാം നമ്മൾ കാണണം. അപ്പൊ നമുക്ക് വലിപ്പമുള്ള ചിന്തകളും വലിയ വലിയ സ്റ്റേജുകൾ, വലിയ വലിയ ഇവന്റുകൾ. RCM കേരളത്തിൽ 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി, 10 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയൊക്കെയാണ് നമ്മൾ വിഷൻ ചെയ്യേണ്ടത്. ഒരിക്കലും ചെറിയ കാഴ്ചകൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി നെഗറ്റിവിറ്റി എപ്പോഴും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പരമാവധി പോസിറ്റീവ് ചിന്തകളും ഉയർച്ചകളും കുത്തിക്കയറ്റി വെക്കണം. ഈ ഭൂമിയിൽ നേടിയ ആളുകളൊക്കെ അവരുടെ വന്ന വഴികളിലുള്ള പഴയകാല ഓർമ്മകളും എല്ലാം മറന്ന് പുതിയ സ്വപ്നങ്ങൾ കണ്ട ആളുകളാണ്. ആ ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകണം. അപ്പോ തീർച്ചയായിട്ടും ബിലീവ് ആൻഡ് യു ഷാൾ റിസീവ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സൊരു മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സൊരു റഡാറും കൂടിയാണ്. എന്താ റഡാറിന്റെ പ്രത്യേകത? റഡാർ നമുക്ക് എയർപോർട്ടിലൊക്കെ ഉണ്ടാവും. അതിനകത്തേക്ക് വരുന്ന സിഗ്നല്, കാറിന്റെ സിഗ്നല് വരില്ല, ട്രെയിനിന്റെ സിഗ്നല് വരില്ല, സൈക്കിളിന്റെ സിഗ്നല് വരില്ല, ഫ്ലൈറ്റിന്റെ സിഗ്നല് മാത്രമേ റഡാർ പിടിച്ചെടുക്കുള്ളൂ.
അതുപോലെ നമ്മളെ മനസ്സിൽ ഒരു റഡാർ സിസ്റ്റവും കൂടിയുണ്ട്. കാന്തവുമാണ് റഡാറുമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മളെ മനസ്സിനെ ഓൺ ചെയ്ത് വെച്ചാൽ അത് നമുക്ക് കിട്ടും. നിങ്ങൾ ഡയമണ്ടുകളെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡയമണ്ടിനെ കിട്ടും. നിങ്ങൾ അച്ചീവേഴ്സിന് വേണ്ടി നിങ്ങളെ മനസ്സ് ഓൺ ചെയ്ത് വെച്ചാൽ അച്ചീവേഴ്സിനെ കിട്ടും. പരാജയത്തിന് വേണ്ടി നിങ്ങളെ റഡാറിനെ ഓൺ ചെയ്ത് വെച്ചാൽ പരാജയം നിങ്ങൾക്ക് കിട്ടും. ഒരു ആശയത്തെ പറ്റി, വ്യക്തിയെ പറ്റി, പ്രസ്ഥാനത്തിനെ പറ്റി നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തയാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി, ആ ആശയത്തെ പറ്റി, ആ പ്രസ്ഥാനത്തെ പറ്റി നെഗറ്റീവുള്ള 10 ആളുകൾ നിങ്ങളെ റഡാറിൽ വന്ന് വീഴും. ഒരാശയത്തെ പറ്റി, ഒരു പ്രസ്ഥാനത്തെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ ആ കാര്യങ്ങൾക്കുള്ള പോസിറ്റീവായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ റഡാറിൽ വന്ന് വീഴും. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, സാറേ എന്നോട് എല്ലാവരും നെഗറ്റീവ് സംസാരിക്കുന്നു, മോനെ ദിനേശ നിന്റെ റഡാർ നെഗറ്റീവിന് വേണ്ടി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആളെ ദിനേശ എന്ന് വിളിച്ചതിൽ മോശമൊന്നുമില്ലല്ലോ ഹേമന്ത് സാറേ? അയാൾ ശരിക്കും ദിനേശനല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ നിങ്ങളോട് ആരെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റഡാർ നെഗറ്റീവിന് വേണ്ടി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഏത് കാര്യത്തെക്കുറിച്ച്? ഇപ്പൊ നമ്മളൊരു വലിയ ഇവന്റ് സംഘടിപ്പിക്കുന്നു, അവിടെ ഒരുപാട് ആളുകൾ അച്ചീവർ ആവുന്നു, ക്ലാപ്പ് ചെയ്യുന്നു, നല്ല ട്രെയിനിങ് കിട്ടുന്നു. ചില ആളുകൾ ആ ഇവന്റിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പറയാണ്, അവിടുത്തെ കറിയിൽ സാമ്പാറിൽ ലേശം ഉപ്പ് കുറവായിരുന്നു കേട്ടോ, ഭക്ഷണം അങ്ങോട്ട് ശരിയായില്ല. എന്താ അവസ്ഥ? അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഓൺ ചെയ്ത് വെച്ചത് അത് നമുക്ക് കിട്ടും. അപ്പോ ഇത് രണ്ട് കാര്യവും മാഗ്നറ്റും ആണ്, റഡാറാണ്. ഇത് രണ്ടും നമ്മളെ മനസ്സായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ പോയാൽ, മരണ വീട്ടിൽ പോയാൽ അവിടെ ആളുകളുണ്ട്. ആ ആളുകളെ കാണുമ്പോൾ അവരിൽ ഡയമണ്ടിനെ കാണാൻ പറ്റണമെങ്കിൽ ഡയമണ്ടിനെ സെർച്ച് ചെയ്യുന്ന ഒരു റഡാറായിട്ട് നമ്മൾ മാറണം. ഇതാണ് മൈൻഡ് പവർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഫ്രം എ ഫിക്സഡ് മൈൻഡ് സെറ്റ് ടു എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നോക്കൂ, രണ്ടുപേര് ജനലിന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരാൾ കാണുന്നത് ആ ജനൽ കമ്പികൾ മാത്രമാണ്, മറ്റേ ആള് കാണുന്നത് മനോഹരമായ ഒരു സീനറിയാ. നോക്കുന്നത് ഒരേ സ്ഥലത്തേക്കാണ്, പക്ഷെ കാണുന്നതിൽ കാഴ്ചയുണ്ട്. RCMലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് RCMൽ ഡയമണ്ട് ആവാൻ പറ്റുന്ന ഒരു കാര്യം കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. ഡയറക്ട് സെല്ലിംഗിൽ 1% പോലും ആളുകൾ വന്നിട്ടില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരാനുണ്ട്. ഇനി തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റെ ജീവിതത്തിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കുഗ്രാമമായ, കേരളത്തിലെ അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വലിയ ലെവലില് എമറാൾഡ്, സ്റ്റാർ എമറാൾഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, എന്നെ പോലെ ഭൂമിശാസ്ത്രപരമായി യാത്ര ചെയ്യാൻ പോലും പ്രയാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് 15 വർഷം മുമ്പ് വന്ന് അച്ചീവ് ചെയ്ത ആൾ ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പ്രതിസന്ധികളിലൂടെ തരണം ചെയ്ത് അപ്പോഴൊക്കെ മനസ്സിൽ വലിയ പൊസിഷൻ, RCMൽ അച്ചീവർ ആവും ആളുകൾ പരിഹരിച്ചു 15 കൊല്ലം മുമ്പ്. ഇതിലൊക്കെ ജയിച്ച ആരെങ്കിലും ഉണ്ടോ? നിനക്ക് കോഴിക്കോട് പോയി സാധനം വാങ്ങി പരിചയപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നോട്ട് വലിച്ച ഒത്തിരി ആളുകളുണ്ട്. ഇൻസൈഡ് ചെയ്തു പോകുന്ന സമയത്ത് എൻ്റെ ഒരു നാട്ടുകാരൻ പറഞ്ഞത്, അരക്കി കുടുക്കിട്ടിട്ട് എങ്ങോട്ടാ പോകുന്നത്. കാരണം അന്നൊക്കെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്രയധികം ആൾക്കാർ ഇൻസൈഡ് ചെയ്ത് ഇറങ്ങിയ സമയമൊന്നുമല്ല, നാട്ടും പുറത്തുനിന്നൊക്കെ. അങ്ങനെ ഡ്രസ് കോഡ് ചെയ്ത സമയത്ത് പക്ഷെ നമ്മളൊക്കെ ആ സമയത്തൊക്കെ മനസ്സിൽ അച്ചീവ്മെന്റ് ചിത്രങ്ങൾ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് യൂത്ത് ഐക്കൺ അവാർഡ്, അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ, TCGന്റെ അംഗീകാരങ്ങള്, ടൂറുകള്. കേരളത്തിൽ ഇന്ന് ഒരു മികച്ച അച്ചീവേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാർ എമറാൾഡ് ആൻഡ് അബോവ് നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും പ്രയാസമായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വിരലിൽ എണ്ണാവുന്ന അച്ചീവേഴ്സിന്റെ ലിസ്റ്റിലേക്ക് ഒരാളായി കടന്നു വരാൻ പറ്റി. അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയത് നമ്മൾ വന്ന വഴികളിലുള്ള മുള്ളിലേക്കും കല്ലിലേക്കും താഴോട്ട് നോക്കി നടന്നിട്ടല്ല, മുകളിലോട്ടുള്ള പെർസെപ്ഷൻ കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റിയത്. അപ്പൊ തീർച്ചയായിട്ടും ഈ മൈൻഡ് പവറിൽ നിന്ന് ഞാൻ ആരോഗ്യത്തിലേക്കും എല്ലാം കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും എനർജി വേണം, എക്സൈറ്റ്മെന്റ് വേണം, ആവേശം വേണം. അത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിന്റെ പേരാണ് ഒറക്സിനെ എന്ന് പറയും. ഈ ചിന്തകളൊക്കെ പോസിറ്റീവ് ആവണമെങ്കിൽ ഒറക്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എനർജി ഉണ്ടാവുന്ന, വല്ലാത്ത ക്ഷീണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഒറക്സിനയുടെ പ്രൊഡക്ഷൻ കുറയുന്നു അതിന്റെ അർത്ഥം. ഈ ഒറക്സിനെ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നന്നായി പ്രവർത്തിച്ചാലേ നമുക്കൊരു എനർജിയും ജുംജുങ്കും നടക്കാനും ഓടാനും സംസാരിക്കാനൊക്കെ ഒരു ആവേശം ഉണ്ടാവും. ഇത് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോ ഈ ഒറക്സിൻ എ എന്ന് പറയുന്ന സാധനത്തിനെ താഴോട്ട് വലിക്കുന്ന ഒരു സാധനമാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ ഗ്ലൂക്കോസ്.
കൂടുതൽ ചോറ് തിന്നുമ്പോൾ, കൂടുതൽ കപ്പ കഴിക്കുമ്പോൾ ഒക്കെ ക്ഷീണം കൂടുകയാണ്. കാരണം നമ്മുടെ ബ്രെയിനിലുള്ള ഒറക്സിനെയെ അത് പിടിച്ച് താഴോട്ട് വലിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ ഷെയർ ചെയ്താ. അപ്പൊ നമുക്ക് എന്ത് വേണം? മൈൻഡ് പവർ ഉണ്ടാവാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ PVMF ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. PVMF ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. എന്തിനാ PVMF ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്? കണ്ടോ, റൈസ് ബ്രാൻ ഓയിലിൽ നിന്ന് തുടങ്ങി പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീനകത്തുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ നമ്മുടെ ബ്രെയിനകത്തുള്ള ഒറക്സിനേക്ക് നല്ല തട്ട് കൊടുക്കും. മോനെ ഉഷാറായിക്കോ, ഞാൻ വന്നു. ഇപ്പൊ പണം ഉണ്ടാവണമെങ്കിൽ ആവേശം വേണം. ആവേശം ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ ചെല്ലണം, വൈറ്റമിൻ ചെല്ലണം, മിനറൽസ് ചെല്ലണം. ഗാമ ഒറിജിനൊക്കെ നമ്മളെ മെന്റൽ ഹെൽത്തിന് എല്ലാം സഹായിക്കും. നല്ല ഉറക്കം കിട്ടും. വെജ് ഒമേഗ നമ്മളെ ബ്രെയിനിനെ മുതൽ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. അപ്പൊ മനഃശക്തിയിൽ നിന്ന് ഹെൽത്തിലേക്ക് കടന്നു വന്നൊരു വഴി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നല്ല ആരോഗ്യവും നല്ല എനർജിയും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ട ഫുഡ്, ശരീരത്തിന് കൊടുക്കേണ്ട ഭക്ഷണം എപ്പോഴും കാർബോഹൈഡ്രേറ്റ് അല്ല കൂടുതൽ കൊടുക്കേണ്ടത്. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ നന്നായി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2 എണ്ണമെങ്കിലും ഞാൻ എനർജി ഡ്രിങ്ക് കഴിക്കും. എന്താ എനർജി ഡ്രിങ്കിന്റെ പ്രത്യേകത? പ്രൊവൈഡ്സ് ഇൻസ്റ്റന്റ് എനർജിയാ. ഞാനിപ്പോ ഒരു എനർജി ഡ്രിങ്ക് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. ഇന്ന് കുറെ യാത്ര ഉണ്ടായിരുന്നു, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, കോൾ ഉണ്ടായിരുന്നു, വേറൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിവെൻസ് ഡീഹൈഡ്രേഷൻ കുറയ്ക്കും. നമ്മുടെ ബ്രെയിനാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 90% ആർക്കാ വേണ്ടത്? തലച്ചോറിനാ വേണ്ടത്. അടുത്ത വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് എടുത്ത് കുടിച്ചോ. ഞാനൊരു കുറച്ച് വെള്ളം കുടിക്കാൻ പോകും. അപ്പൊ എന്താ കാര്യം? നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 90% ആർക്ക് വേണം? ബ്രെയിന് വേണം. അപ്പം എനർജി ഡ്രിങ്ക് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഡീഹൈഡ്രേഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് മെന്റൽ അലേർട്ട്നെസ് നമ്മൾക്ക് കൊടുക്കും. ഫിസിക്കൽ എൻഡ്യൂറൻസ് കൊടുക്കും. എൻഹാൻസസ് ഫോക്കസ് ആൻഡ് മൂഡ് ഉണ്ടാവും. ചില ആൾക്കാർ പറയും എനിക്കൊരു മൂഡില്ലെങ്കിൽ മൈൻഡ് പവർ ഉണ്ടാവൂല, ആരോഗ്യം ഉണ്ടാവൂല, ഹെൽത്ത് ഉണ്ടാവൂല, ഒന്നും പറയാനുള്ള സ്റ്റാമിന ഉണ്ടാവും. ബാലൻസസ് ഫ്ലൂയിഡ്സ് ഇൻ ദ ബോഡി. ഇപ്പൊ ഞാൻ PVMF ബ്രേക്ക്ഫാസ്റ്റ്, omega-3, ഗാമ, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നല്ല മൂഡും മെന്റൽ ഹെൽത്തും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ഒരു പ്രൊഡക്റ്റാണ്. രാത്രിയൊക്കെ ഞാൻ ചില സമയത്ത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതെടുത്ത് കുടിക്കും. കാരണം എന്താ? ഉറങ്ങിപ്പോവില്ല. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഉറക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ മൈൻഡ് പവറിനോടൊപ്പം തന്നെ നമുക്ക് നല്ല മെന്റൽ ഹെൽത്ത് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എനർജി ഡ്രിങ്ക് നമ്മൾ എല്ലാവരും, ഇപ്പൊ നല്ല ഓഫറൊക്കെ ഉണ്ട്. ഡ്രിങ്ക് ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ സ്വായത്തമാക്കുക. അപ്പൊ നമ്മൾ വെൽനസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലാണുള്ളത്. വെൽനസ് അതായത് നമുക്ക് സൗഖ്യം, ആരോഗ്യം, മാനസികാരോഗ്യം, ശക്തി, ഇതെല്ലാം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്താണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രീനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഇന്ന് ആ ഒരു ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇപ്പം 9,000 കോടിയിൽ നിന്ന് 2025 ആവുമ്പോഴേക്ക് 65,000 കോടിയിലേക്ക് എത്തുമെന്നാണ് അത് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, KPMGയും ഫിക്കിന്റെ ഒക്കെ കണക്കുകളാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ പഠിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തോമസ് സാറൊക്കെ ചാനലിലൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാര്, മിനിസ്റ്റേഴ്സ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ സാധ്യതയുള്ള ഒരു വലിയ ബിസിനസ്സിനകത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് RCM ബിസിനസ്. കാരണം ഓൺ മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട്, 200-ലധികം ഡെപ്പോ ഉണ്ട്, 10,000-ലധികം ഡെലിവറി സെന്റർ ഉണ്ട്, 2,500 അല്ല, ഇപ്പൊ 4,000-4,500-ലധികം പ്രോഡക്റ്റുകൾ ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും നല്ലൊരു കമ്പനിക്കകത്താണ് നമ്മൾ. ഇതൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ഈ ഇൻഫ്രാസ്ട്രക്ചറിലും കമ്പനിയിലും ഞാൻ 8 തവണ രാജസ്ഥാനിൽ പോയിട്ട് കമ്പനി കണ്ടൊരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ കമ്പനിയിലൊക്കെ നല്ല വിശ്വാസം, ഈ പ്രസ്ഥാനത്തിലൊക്കെ നല്ല വിശ്വാസം, ഈ ഉൽപ്പന്നങ്ങളിലൊക്കെ നല്ല വിശ്വാസം, ഇതിന്റെ വളർച്ചയെ പറ്റിയുള്ള പോസിറ്റീവ് ചിന്തകൾ. കാരണം എന്താ? ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ കാലം കഴിയുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും ഇന്ന് നടക്കുന്ന കച്ചവടം ഉണ്ടാവും വിചാരിക്കണ്ട. അതിങ്ങനെ മൈനസിലേക്ക് പോവുകയും ഡയറക്ട് സെല്ലിംഗ്, ഓൺലൈൻ ഡയറക്ട് സെല്ലിംഗ്, നേരിട്ട് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന കാലം വരും. കാരണം മനുഷ്യന്മാരെല്ലാം ചിന്തിക്കും
കമ്പനി 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം ഞാൻ എന്തിന് 100 വാങ്ങണം, എന്തിന് ഞാൻ പരസ്യക്കാർക്ക് പണം കൊടുക്കണം, എന്തിന് ഞാൻ ഇടനിലക്കാർക്ക് പണം കൊടുക്കണം എന്ന് ലോകം മുഴുവൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെതിരെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നം വരുന്ന ഒരു സിസ്റ്റം വന്നത്. അത്തരത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല സിസ്റ്റം, ജനകീയമായ സിസ്റ്റം, 23 വർഷം പൂർത്തിയായ സിസ്റ്റം, 46 വർഷത്തെ കമ്പനിയുടെ പാരമ്പര്യമുള്ള സിസ്റ്റം, ആരോഗ്യം കൊടുക്കുന്നു, സെൽഫ് റിലയൻസ് കൊടുക്കുന്നു, വുമൺ എംപവർമെന്റ് കൊടുക്കുന്നു, നവഭാരത നിർമ്മാണത്തിന് വേണ്ടി ചെയ്യുന്നു. ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ വുമൺസ് ഡേയില് 25,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ ഗ്യാതറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് RCMന്റെ കയ്യിലാകാം കേട്ടോ. കാരണം പറയുന്ന വാക്കുകളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ ബിൽവാരയില് നോക്കൂ, 2000 ആഗസ്റ്റിൽ ഈ പ്രസ്ഥാനം ആരംഭിച്ചു. 17 ലക്ഷം സ്ക്വയർ ഫീറ്റില 17 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. TC ചബ്രാജി എന്ന് പറയുന്നത് ഒരു വിഷണറി ഫൗണ്ടറാണ്. കാരണം നമ്മൾ നോക്കുക, നമ്മൾ ഇന്ന് നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളിപ്പോ ശ്വാസം എടുക്കുന്നില്ലേ, ശ്വാസം എടുത്തോണ്ടിരിക്കുകയല്ലേ, ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ഓക്സിജനാ കിട്ടുക, കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടും. നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഓക്സിജൻ ഒക്കെ കിട്ടണമെങ്കിൽ സസ്യങ്ങളും മരങ്ങളൊക്കെ ആരൊക്കെയോ നട്ട മരങ്ങൾ, ആരൊക്കെയോ മുറിക്കാതെ ഉപേക്ഷിച്ച മരങ്ങൾ. നമ്മുടെ MD നോക്കൂ, ഏതാണ്ട് 1000കണക്കിന് മരങ്ങളെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാജസ്ഥാനിലൊക്കെ മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങളെ അങ്ങനെ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട്, ഞാൻ ഇത് പറഞ്ഞ സമയത്ത് RCM പുറത്തുള്ള ഒരുപാട് ആളുകൾ ക്ലാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, മനുഷ്യന് വേണ്ടി മാത്രമല്ല, പ്രകൃതിക്ക്, വരും സമൂഹത്തിന് വേണ്ടി കൂടി വിഷൻ ഉണ്ടാക്കിയ ഒരു MD ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളിലെടുക്കണം കേട്ടോ. അതൊക്കെ ഞാനൊരു കമ്പനിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ല, അത്രയും വിഷൻ ഉള്ള ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പ്രവർത്തിച്ചാലും മടുക്കൂല. അപ്പൊ അങ്ങനത്തെ ഒരു ഫൗണ്ടറാണ് നമ്മുടെ RCMന്റെ TCT. ഇന്ത്യ മുഴുവൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സംസ്ഥാനത്തും നമുക്ക് ഭൂമിയുണ്ട്, എല്ലാ സംസ്ഥാനത്തും നമുക്ക് ഗോഡൌണുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൻ പീസിൽ തുടങ്ങി 4500-ലധികം പ്രൊഡക്റ്റുകളിലേക്ക് എത്ര ഉൽപ്പന്നങ്ങൾ. ഞാനിപ്പോ പറഞ്ഞ PBMF-ഉം ഗാമയും എനർജി ഡ്രിങ്കും മാത്രമൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം DHA, അത് DHA എന്നൊക്കെ പറയുന്നത് നമ്മളെ നല്ല ഓർമ്മശക്തി, ബ്രെയിനൊക്കെ വേണ്ട ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ശുദ്ധമായ ഭക്ഷണം നമുക്ക് ഇതിനോടത്ത് കഴിക്കാൻ പറ്റുന്നു. ആട്ട മുതൽ ചായ മുതലെല്ലാം. അപ്പൊ ശുദ്ധമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ RCMനോടൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് മനഃശക്തിയും മൈൻഡ് പവർ ഉണ്ടാവാനുള്ള, നമ്മൾ ഉണ്ടാവാനുള്ള, ഉയർച്ച ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവുള്ളൂ. കാരണം നല്ല ഭക്ഷണം കഴിക്കണം, നമ്മൾ ഉള്ളിലേക്ക് എന്ത് റോ മെറ്റീരിയൽ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ടാവും. അപ്പോ 4 കോടി ആളുകളുടെ സ്ട്രെങ്ത് നമുക്കുണ്ട്. ഇപ്പൊ RCMൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ 4 കോടിക്ക് മുകളിലാണ് നമ്മുടെ മെമ്പർഷിപ്പ് വരുന്നത്. എന്തൊക്കെയാ നമുക്ക് കിട്ടുന്നത്? വേൾഡ് ടൂർ കിട്ടും, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ കിട്ടും, സീറ്റ് ഹോം ആൻഡ് സ്പെൻഡിങ് ടൈം കിട്ടും, ഫാമിലിക്കൊപ്പം ഹോബീസ് എൻജോയ് ചെയ്യാൻ പറ്റും, ന്യൂ കാറുകൾ വാങ്ങാൻ പറ്റും, ഹെൽത്തി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും, ഗുഡ് ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റും, സർവീസ് ദ നാഷൻ ഉണ്ടാക്കാൻ പറ്റും, ലീവ് എ ലെഗസി. ഞാനും ഇവിടെ വന്നിരുന്നു. APJ അബ്ദുൽ കലാം ഒരു കോട്ട് പറയുന്നുണ്ട്, കാലത്തിന്റെ മണൽപ്പരപ്പിൽ കാലുകൾ വലിച്ചിഴയ്ക്കാതെ പതിച്ചു വെച്ച് പോവുക. ഞാനും ഈ ഭൂമിയിൽ വന്നിരുന്നു, ഞാനും ഇവിടെ അടയാളപ്പെടുത്തി എന്റെ വരും തലമുറകളൊക്കെ ഓർക്കുന്ന രീതിയിൽ നന്മകൾ ചെയ്ത് വരും തലമുറകൾക്ക് വേണ്ടി എന്തെങ്കിലും അവരുടെ തലമുറകളിലേക്ക് RCMന്റെ ഐഡിയ ഒക്കെ കൈമാറുമ്പോൾ അവർ ഓർക്കും. ആ ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു മഹത്തായ ബിസിനസ്സാണ്. അതിനെന്ത് ചെയ്യണം? ലക്ഷ്യം ഫിക്സ് ചെയ്യുകയും നമ്മുടെ ഉള്ളിലുള്ള ഈഗോയിനെയും ഹേറ്റും സൊസൈറ്റിനെയും ഗിൽട്ടിനെയും ഡൗട്ടിനെയും ഫിയറിനെയും റിജക്ഷനെയും ഒക്കെ പോരാടി തോൽപ്പിച്ച് ഗോളിലേക്ക് നോക്കണം. ആ ഗോളിലേക്ക് നോക്കി എലിമിനേറ്റ് ഓൾ ലിമിറ്റിംഗ് തോട്ട്സ് ഒക്കെ ഒഴിവാക്കണം. പെർസെപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രേ ആവാൻ പറ്റുള്ളൂ, എനിക്ക് ഒരു സ്റ്റാറേ ആവാൻ പറ്റുള്ളൂ, എനിക്ക് റോയൽറ്റി, എനിക്ക് ഡയമണ്ട് ആവാൻ പറ്റും. ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, കണ്ണില്ലാത്ത ആളുകൾ അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ, കാലില്ലാത്തവർ RCMൽ അച്ചീവർ ആണെങ്കിൽ, അങ്ങനത്തെ ലിമിറ്റിംഗ് തോട്ട്സിനെയൊക്കെ മാറ്റുക. ആരോഗ്യം ഇപ്പൊ കുറവുള്ള ആള്, ഞാൻ ആരോഗ്യത്തോടു കൂടി നടക്കും, ഞാൻ ഓടും, 100 വയസ്സിലും ഞാൻ ജീവിക്കും, 100ാമത്തെ വയസ്സിൽ 5 കിലോമീറ്റർ ഓടി വന്ന് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യും. അങ്ങനത്തെ പോസിറ്റീവ് വിഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. നമ്മളെല്ലാവരും പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, RCM മഹോത്സവ് നടക്കാൻ പോവുക. എവിടെയാ? രാജഗിരി കൺവെൻഷൻ സെന്ററിൽ, എറണാകുളം, ഏപ്രിൽ 28-ാം തീയതി. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് അവിടെ എത്തണം. ഏപ്രിൽ 28-ാം തീയതി രാജഗിരിയിലെ ആ ഹാളിൽ ഇരിക്കുന്നതും ആ സ്റ്റേജിലേക്ക് വിളിക്കുന്നതും അവിടെ എത്തുന്നതും ആ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണ്ടി 10,000-3000 ആളുകൾ ക്ലാപ്പ് ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ അതാണ് പെർസെപ്ഷൻ. അവിടെ എത്തുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ. അതിനെന്ത് ചെയ്യണം? ഗോള് സെറ്റ് ചെയ്യണം. ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സെറ്റ് ചെയ്ത ഗോളിനകത്തേക്ക്
വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പൊ ഗോൾ സെറ്റിനെ പറ്റി മൈൻഡ് പവറിൽ പറയുന്ന ഒരു തിയറി ഞാൻ പറയാം. എന്താ ഗോൾ സെറ്റിങ്? നമുക്ക് ഒരു ദിവസം 60,000-ഓളം ചിന്തകൾ ഉണ്ടാവും. ശ്രദ്ധിക്കണം, 60,000-ഓളം ചിന്തകൾ, 40,000-ഓളം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. ഇതിനെ 1, 2, 3, 4, 5, 6, 7, 8 കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നടിക്കുമ്പോൾ ഒരു കടലാസും നേരിട്ട് കത്തൂല, ഒരു പഞ്ഞിയും കത്തൂല. പക്ഷെ ഒരു ലെൻസ് വെച്ച് കൊടുത്താൽ, സൂര്യപ്രകാശത്തിൽ ഒരു ലെൻസ് വെച്ച് കൊടുത്താൽ ഒരു പഞ്ഞി കത്തും, ഒരു കടലാസ് കത്തും. അതുപോലെ നമ്മുടെ ചിന്തകളിൽ ഒരു ലെൻസ് വെച്ച് കൊടുത്താൽ നമ്മൾ സക്സസ് ആവും, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യും. ഇപ്പൊ 10,000-കണക്കിന് ചിന്തകളെ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട, കാറാണോ കാറ്, വീടാണോ വീട്, ഡയമണ്ട് ആണോ ഡയമണ്ട്, ആരോഗ്യമാണോ ആരോഗ്യം, നല്ല നല്ല പൊസിഷനിലേക്ക് എത്തുന്നതാണോ, അങ്ങനെ ചെതറി പോകുന്ന ചിന്തകളെ ഒരു പ്രത്യേക 2, 3, 4, 5, 6 കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. മാർച്ച് മാസത്തിൽ RCMന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എത്രത്തോളം ആളുകളെ രാജഗിരിയിലേക്ക് എത്തിക്കാൻ പറ്റും, എത്രത്തോളം മികച്ച രീതിയിൽ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെതറിത്തെരിച്ച ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചതല്ല, ഒറ്റ കാര്യം ചിന്തിക്കുന്നുള്ളൂ. ആ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്. ഫോക്കസ്. അപ്പോ അങ്ങനെ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യത്തുള്ളൂ. അതാണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിൽ ഒരു പാത്വേ ഒക്കെ ഉണ്ട്. സക്സസ് പാത്വേ ഉണ്ടാക്കണം. വിജയത്തിന്റെ ഒരു ഹൈവേ നമ്മൾ കുറിക്കുക. പരാജയത്തിന്റെ ഹൈവേയിൽ നിന്ന് ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാക്കുക. 5000 PV ചെയ്യുമ്പോൾ കൈയടിച്ച് ചിരിക്കണം. 10,000 PV ചെയ്ത് രാജഗിരിയിലേക്ക് ഞാൻ ക്വാളിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം കൊടുത്തോ. സന്തോഷം കൊടുക്കുമ്പോൾ ബ്രെയിനകത്ത് നിങ്ങൾ ഒരു വിന്നറാന്ന് അടയാളപ്പെടുത്തും, ഡയമണ്ട് ആവുമ്പോഴും. അപ്പൊ എപ്പോഴും ആ സക്സസിന്റെ പാത്വേ നമ്മൾ സ്ട്രോങ് ആക്കുക. ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാല് ഇന്ന് വരെ ഒരു ഇല്ലാതിരുന്ന ഒരു നമ്മൾ നാളെ മുതൽ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് വരെ നിങ്ങൾ ആരോടെങ്കിലും നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ നന്ദി പറയണം. ഇന്ന് വരെ മനസ്സിൽ ആരോടെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളോ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് മറക്കണം. ഇന്ന് വരെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് നാച്ചർ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് വരെ ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യണം. ഇന്ന് വരെ പ്രോട്ടീൻ പൗഡറും PVMF കഴിച്ചില്ലെങ്കിൽ നാളെ മുതൽ കഴിക്കണം. എനർജി ഡ്രിങ്ക് ഉപയോഗിക്കണം. RCMന്റെ നിരന്തരമായ ഉപഭോക്താവണം. ഇന്ന് വരെ നിങ്ങളെ മനസ്സിലേക്ക് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ആണ് വർക്ക് ചെയ്തെങ്കിൽ ഈ നാളെ മുതൽ വലിയ ഗ്രോത്ത് ചിന്തകൾ ഉണ്ടാവണം. ഇന്ന് വരെ നിങ്ങൾ ആരോടും RCM പറയാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ പറഞ്ഞു തുടങ്ങണം. ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാല് ഇന്ന് വരെ ഒരു ഇല്ലാതിരുന്നൊരു നമ്മൾ നാളെ മുതൽ ഉണ്ടാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കണം. ഈ കാര്യം കേട്ട് RCM എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വലിയ വിശ്വാസം ഉണ്ടാവണം. ഞാൻ ഇന്ന് വിശ്വാസത്തെ കുറിച്ച് ഏറ്റവും സംസാരിക്കുന്നത്. ആ കുട്ടിയെ ആകാശത്തിലേക്ക് എടുത്തെറിയുമ്പോൾ അതിന്റെ അച്ഛൻ എന്നെ എന്തായാലും പിടിക്കുമെന്ന് പറയുന്ന ആ കുട്ടിയെ പോലെ ഈ സിസ്റ്റം എന്നെ രക്ഷപ്പെടുത്തും. ഇതിൽ ഞാൻ വിജയിക്കും, ഇതിൽ ഞാൻ സക്സസ് ആവും, ഇതിൽ എന്റെ എല്ലാ പ്രോബ്ലംസും മാറും, ഇതിൽ ഞാൻ അച്ചീവർ ആവും, ഇതിലൂടെ ഞാൻ വലിയ വീടുണ്ടാക്കും, ഇതിലൂടെ ഞാൻ കാർ എടുക്കും, ഇതിലൂടെ ഞാൻ വേൾഡ് ടൂർ പോകും. ഇതിനകത്ത് ചെയ്യുന്ന 6 ബേസിക്സ് ആയിക്കോട്ടെ, 8 കോർ സ്റ്റെപ്പ് ആയിക്കോട്ടെ, 7 കാർഡിനൽ റൂൾസ് ആയിക്കോട്ടെ, അതെന്റെ വേദവാക്യമായി ഞാൻ എന്റെ ഹൃദയത്തിൽ എടുക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി സിസ്റ്റത്തിൽ വിശ്വസിച്ച് നമ്മൾ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അടുത്തൊരു 2 വർഷം 2025 നോക്കുന്ന സമയത്ത് ഒരു 1, 2, 3 മാസം കൊണ്ട് നമുക്ക് തുടക്കത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ലൈഡാണ്. വർക്കൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ ഇൻകം കുറവായിരിക്കും. വർക്ക് കുറയും, ഇൻകം കൂടും, വർക്ക് കുറയും, ഇൻകം കൂടും. ഒരു 2 വർഷം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലും ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ നിങ്ങളുടെ അച്ചീവർ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. RCMൽ കുറച്ചു കാലം പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ഇല്ലാതായി പോയ ആളുകൾക്ക് വേണ്ടി പോലും ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അവരിതിൽ സ്വപ്നം കണ്ടിരുന്നോ, അവരിതിൽ ആളുകളോട് അത് പറഞ്ഞിരുന്നോ, ആ ആളുകളുടെ സ്വപ്നങ്ങളിലൂടെ ഇല്ലാതായി പോയ ആളുകളുടെ സ്വപ്നം പോലും ചെയ്യും. അപ്പൊ നമ്മൾ 2 വർഷം ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മണി ഫ്രീഡം, ടൈം ഫ്രീഡം, പാസീവ് ഇൻകം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവണം. നോക്കൂ, ഓരോ സ്റ്റെപ്പുകളും. രവി OP ശർമ്മ ഞാനിപ്പോ പറഞ്ഞതിന്റെ ഉത്തമ ഉദാഹരണം. അദ്ദേഹത്തിന്റെ ഫാദർ രാജസ്ഥാനിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അങ്ങനെ ഫാദർ ഗവൺമെന്റ് എംപ്ലോയിമാരൊന്നും അധികം നെറ്റ്വർക്കിലേക്ക് വരാത്ത കാലത്ത് 10-20 വർഷം മുമ്പ് RCMലേക്ക് ജോയിൻ ചെയ്തു OP ശർമ്മ. ഇന്ന് ഈ മകൻ ഇരിക്കുന്നത് RCMന്റെ സ്റ്റാർ ഡയമണ്ട് 100 കോടിക്ക് മുകളിൽ മന്ത്ലി PV ചെയ്ത് 75 ലക്ഷത്തിന് മുകളിലൊക്കെ വരുമാനം വാങ്ങുന്ന ലെവലിലായിരിക്കുന്നത്. കണ്ടോ? കാരണം അവന്റെ നോമിനിയിലേക്ക് കിട്ടിയതാണ്. അച്ഛന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ എന്നും ഉണ്ട്. അവൻ OP ശർമ്മ പറയാറുണ്ട്, നമ്മളൊക്കെ അപ്ലൈനാ. OP ശർമ്മ പറയാറുണ്ട്, എന്താ പറയാന്നറിയോ?
47 ഡിഗ്രിയുള്ള രാജസ്ഥാനിലെ ചൂടുള്ള സമയത്ത് 14 വയസ്സിൽ അച്ഛൻ പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾക്ക് RCMന്റെ കിറ്റുകളും പ്രൊഡക്റ്റുകളും ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും ഒരു സ്റ്റാർ ഡയമണ്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്കൂ ഏത് ജാതി വലിയൊരു ലെവലിലേക്ക് എത്തിയത്. ഈ രീതിയിലേക്ക് നമ്മൾ സ്വപ്നം കാണണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2030 RCMൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ 2035 RCMന്റെ ഡയമണ്ട് ആവും. നിങ്ങൾ ഇപ്പോൾ RCMലുള്ള ഒരാളാ. ആ വിശ്വാസം, ആ ജോയിൻ ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്ന ഒരാളായിട്ട് നമുക്ക് മാറണം. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു, ഇപ്പൊ നമ്മൾ എന്തായി എന്നുള്ളതല്ല പ്രശ്നം, നാളെകളെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, ഒരു ഗോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. കൈയില്ലാത്ത ആളുടെ ഒരു വീഡിയോ നോക്കിക്കേ, ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ, കണ്ടോളൂ. ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ കയ്യും വേണ്ട, കാലും വേണ്ട, തലയും വേണ്ട. അമേരിക്കക്കാരി 4 ആണ് ചെയ്യുന്നത്. അവര് 2 കൈ കൊണ്ടും ഇതൊരു 8 പോയിന്റ് കിട്ടി. അമ്പ ചെയ്തപ്പോ 8 പോയിന്റ് കിട്ടി. അടുത്തത് ഇന്ത്യക്കാരത്തിയാണ്. കൈയില്ല, കാലുകൊണ്ടാണ് വലിച്ചു പിടിച്ചിട്ട് അസ്ത്രം വിടുന്നത്. നോക്കുക, അടിപൊളിയാണ്. നിങ്ങൾ അറിയാതെ ക്ലാപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. കണ്ടോ? എന്തുകൊണ്ടാ? നിങ്ങൾ കൈയടിച്ചൂടെ? അതായത് പ്രാക്ടീസ്, ലക്ഷ്യബോധം. നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധമുള്ള ആളുകൾക്ക് അത് നേടാൻ പറ്റുക തന്നെയും. ഇഫ് യു വാണ്ട് ലൈഫ് ടൈം ഓഫ് ഹാപ്പിനെസ്, ജീവിതകാലം മുഴുവനുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ RCMനോടൊപ്പം പോകണം. ഞാന് ഇപ്പം ഈ 28-ാം തീയതി റിലീസ് ആവാൻ പോകുന്ന ഒരു RCM വ്യക്തി ഇതിനകത്ത് സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമുണ്ടോ? ഈ മാസം ലോഞ്ച് ചെയ്യുന്ന പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരുക്കങ്ങളെ പറ്റി ഇന്റർവ്യൂ. കാരണം ഇപ്പോ ഒരു സിക്സ് പാക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റേ ഒരു സിനിമയ്ക്ക് വേണ്ടി ശരീരം മസിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഡയറ്റ് പ്ലാനിന്റെ ഒരു ആവശ്യമുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഒന്നുമില്ല. ബേസിക്കലി യു പുഷ് യുവർസെൽഫ് ആസ് മച്ച് ആസ് യു ക്യാൻ വിത്തൗട്ട് ഈറ്റിംഗ്, ബൈ അബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ് ആൻഡ് quite literally speaking fasting no, when you're on a fasting window, you can't have anything that even spikes your insulin. So വെള്ളം കുടിക്കാൻ, maybe have black coffee or green tea without sugar. അപ്പൊ ചില സമയങ്ങളിലൊക്കെ ഫാസ്റ്റിംഗ് യൂസ് ടു ഗോ അപ്പ് ടു 72 hours, 3 ദിവസമൊക്കെ ഞാൻ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ എന്താണ് ഈ ട്രാൻസ്ഫർമേഷൻ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഒട്ടും ഭക്ഷണത്തിന് ആക്സസ് ഇല്ലാത്ത, വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന്റെ ശരീരപ്രകൃതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മോർ ഇമ്പോർട്ടന്റ്ലി ഇതൊരു ഫിസിക്കൽ ഷോക്ക് കാര്യമല്ല ആക്ച്വലി ട്രാൻസ്ഫർമേഷൻ. ഇയാളുടെ ഈ ശരീരം കാണുന്ന പ്രേക്ഷകന് ഇയാൾ അനുഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു തോന്നൽ കിട്ടണം. അപ്പൊ ആ ഒരു ചുമതല എന്റെ ഈ ട്രാൻസ്ഫർമേഷനിലുണ്ട്. ഈ 73 hours ഒക്കെ ഭക്ഷണം വേണ്ട, ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാതെ ഫാമിലി ആണെങ്കിലും അവര് പേടിക്കില്ല? തീർച്ചയായിട്ടും പേടിക്കില്ല. എന്താ പറഞ്ഞതെന്നറിയോ? പൃഥ്വിരാജ് ഇപ്പൊ ഇറങ്ങുന്ന 98 കിലോയിൽ നിന്ന് 68 കിലോയിലേക്ക് സിനിമയിലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി തന്റെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു ശരീരം. അപ്പൊ ഒരു ഫീൽഡിൽ സക്സസ് ആവണമെങ്കിൽ എത്രത്തോളം ആളുകള് അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വീട്ടുകാരെന്ത് വിചാരിച്ചു? വീട്ടുകാർക്ക് അറിയാം ഇങ്ങനെ ചെയ്താലേ ഞാൻ സക്സസ് ആവും. വീട്ടുകാർ കൂടെ നിന്നോ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഡ്രസ് കോഡ് മാറ്റാൻ പറയുമ്പോൾ നമ്മൾ എന്തിനാ മടിക്കുന്നത്? ഈ കുപ്പായം ഒന്ന് അഴിച്ച് RCM ആക്കിക്കൂടെ? ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തുകൂടെ? 30 കിലോ 38 കിലോ ഒക്കെ വെയിറ്റ് ഒക്കെ കുറച്ച് 3 ദിവസം ഭക്ഷണം 1.5 കൊല്ലം കൊറോണ വന്നതിന് ശേഷം അദ്ദേഹം 1.5 കൊല്ലം കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓസ്കാർ അവാർഡിലേക്ക് വരെ പോകാൻ പറ്റുന്ന ചിത്രത്തിൽ നോക്കൂ, ബോഡി ട്രാൻസ്ഫോർമേഷൻ. ക്രിസ്ത്യൻ ബെയിൽ എന്ന് പറയുന്ന ഒരു നടൻ, നോക്കൂ, അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി 81 കിലോ ആയി 55 കിലോയിലേക്ക് എല്ലും തോലുമായി അദ്ദേഹത്തിന്റെ ബോഡിനെ ട്രാൻസ്ഫോം ചെയ്തു. 102 കിലോയിലേക്ക് കഥാപാത്രത്തിന് വേണ്ടി അയാൾ ശരീരത്തിന് കൊണ്ടുവന്നു. 103ലേക്കും 62ലേക്കും 80. അതായത് ലോകത്ത് എവിടെ ആളുകൾ സക്സസ് ആവുന്നുണ്ടെങ്കിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ ഒരു ഫീൽഡിന് വേണ്ടി അവർ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു പാഠമാണ് ഞാൻ ഇതിലൂടെ തരുന്നത്. റെഡിയാണോ? ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോർമേഷന് നിങ്ങൾ റെഡിയാണോ? ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും വേണ്ട.
RCMന്റെ ഭക്ഷണം കഴിക്കുക, RCMന്റെ സിസ്റ്റത്തിൽ വിശ്വസിക്കുക, ഡ്രസ് കോഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, 4 ആളോട് പറയുക, മാനസികമായി ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. ലോകത്ത് വിജയിച്ച ആളുകൾക്കൊക്കെ ഇതുപോലത്തെ കഥകൾ പറയാണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ RCMൽ സക്സസ് ആവണമെങ്കിൽ കുറച്ച് സ്കില്ലുകളൊക്കെ നമ്മൾ ആർജിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആർജിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെ പറ്റി നമ്മൾ പഠിക്കണം. ആളുകൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ പറയാൻ പഠിക്കണം. നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ എഫക്റ്റീവ് ആക്കണം. ഞാൻ ക്ലാസ് എടുത്ത് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പഠിക്കണം. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, പുസ്തകം വായിക്കണം, ട്രെയിനിങ്ങിന് പങ്കെടുക്കണം, മീറ്റിംഗിൽ പങ്കെടുക്കണം, എന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എംപവർ യുവർ സെൽഫ്, ബി എ പ്രോബ്ലം സോൾവർ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളായിട്ട് മാറാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യമില്ല. അവർക്ക് ആരോഗ്യം കൊടുക്കുന്ന ഒരാളായി മാറുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർക്കാണ്. ഈ നാടിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ആളായിട്ട് നിങ്ങൾ മാറും. കംഫർട്ട് സോണിൽ ഇരുന്നാൽ കിട്ടില്ല. RCM ഇന്ത്യയിൽ ചെയ്യുന്നത്, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, ആരോഗ്യ പ്രശ്നം, പുതിയ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ആ പ്രശ്ന പരിഹാരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചാൽ ഞാൻ ഡയമണ്ട് ആവും. ഹലോ, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചാൽ ഞാൻ ഡയമണ്ട് ആവും. നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾ ഡയമണ്ട് ആവും. അപ്പോ ബി എ പ്രോബ്ലം സോൾവർ. ഇതൊരു സ്റ്റോറിയാണ്. ഒരു രാജാവ്, ഈ സ്റ്റോറി നിങ്ങൾക്കൊന്ന് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റും. ഒരു 2-3 സ്ലൈഡോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരു കണ്ണ് പൊട്ടനായിരുന്നു രാജാവ്. അദ്ദേഹത്തിന് ഒരു കാലില് മുടന്തുണ്ടായിരുന്നു. അപ്പോ രാജാവ് ഒരു കണ്ണ് പൊട്ട കണ്ണാണ്, ഒരു കാലില് മുടന്തുണ്ട്, പക്ഷെ ആ രാജ്യത്തെ രാജാവാണ്. അദ്ദേഹം ആ നാട്ടിലെ ചിത്രകാരന്മാരോട് പറഞ്ഞു, എന്റെ ഒരു നല്ല ചിത്രം വരയ്ക്കണം. അങ്ങനെ രാജാവിന്റെ നല്ല നല്ല ചിത്രകാരന്മാര് വന്നിട്ട് രാജാവിന്റെ കണ്ണ് പൊട്ട ഒഴിവാക്കി നല്ല കണ്ണ് വരച്ചു, അയാളുടെ മുടന്ത് ഒഴിവാക്കി നല്ല കാല് വരച്ചു. പക്ഷെ ഈ ചിത്രങ്ങളൊന്നും ഈ റിയൽ അല്ലാത്തത് കൊണ്ട് രാജാവ് സാറ്റിസ്ഫൈഡ് ആയില്ല. പല ആളുകളും വന്നിട്ട് രാജാവിനെ മനോഹരമായ ചിത്രം വരച്ച് എല്ലാം തള്ളി. രാജാവിന് ആകെ നിരാശയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു ചിത്രകാരൻ, താടിയൊക്കെ നീട്ടി, ഒരു പ്രായം ചെന്ന ഒരു ചിത്രകാരൻ രാജകൊട്ടാരത്തിലേക്ക് വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഒരു അവസരം തരണം. രാജാവേ, സാറേ എന്നല്ല, രാജാവേ എനിക്ക് ഒരു അവസരം തരണം. ഞാൻ ഇതുവരെ വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ നോക്കി നടന്നിട്ടില്ല, നിനക്കും കൂടി വേണം, അവസരം തരണോ? അങ്ങനെ അയാൾ ഒരു ചിത്രം വരച്ചു. അയാൾ എങ്ങനത്തെ ചിത്രം വരച്ചതറിയോ? രാജാവ് ഒരു വേട്ടയ്ക്ക് പോയിട്ട് അമ്പെയ്യുന്ന ഒരു ചിത്രമാണ്. ഒരു പുലിയെ വേട്ടയാടുന്ന ചിത്രം. അതിനകത്ത് അമ്പെയ്യുമ്പോ രാജാവിന്റെ ഒരു കണ്ണടച്ചു പിടിച്ച് ഒരു പാറയ്ക്ക് മുകളിലേക്ക് രാജാവിന്റെ ഒരു കാലെടുത്ത് വെച്ചു. അപ്പൊ മുടന്ത് ഉള്ള കാല് പാറയ്ക്ക് മുകളിൽ വെച്ചപ്പോ മുടന്ത് മറഞ്ഞു പോയി. കണ്ണടച്ചു പിടിച്ച് അമ്പെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? രാജാവിന്റെ കണ്ണ് പൊട്ടിയതാണെന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ ഒരു ചിത്രം വരച്ചു. ആക്ച്വലി കണ്ണടച്ചു പിടിച്ചു, കാല് പാറയ്ക്കും. അപ്പോ രാജാവ് എങ്ങനെയാണോ ആ റിയൽ രാജാവിനെ തന്നെ മനോഹരമായി അവതരിപ്പിച്ചു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കാണുന്ന ആളുകളിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അവരെ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് അവരുടെ പ്രോബ്ലം എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് എന്താണ് സൊല്യൂഷൻ, ഐഡന്റിഫൈങ് എ നീഡ് ആൻഡ് സാറ്റിസ്ഫൈങ്, അവരുടെ ആവശ്യം മനസ്സിലാക്കി അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളായി മാറുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു RCM ഡിസ്ട്രിബ്യൂട്ടറായി മാറും. അപ്പോൾ RCM മഹോത്സവത്തിലേക്ക് നമുക്ക് വളരെ മനോഹരമായിട്ട് എത്താൻ പറ്റും. അപ്പോൾ സക്സസ് എന്ന് പറയുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ സാക്രിഫൈസും റിസ്ക്കും കൺസിസ്റ്റൻസി, റിജക്ഷൻസ്, ഫെയിലിയർ ഇതെല്ലാം ഉണ്ടാവും. അപ്പോ ഇതെല്ലാം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടി ഒന്നുകൂടി റീക്യാപ്പ് ചെയ്തതിനു ശേഷം ഈ പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മനഃശക്തി ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ സാധാരണക്കാർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യണം. ലോകത്ത് സമ്പത്ത് എല്ലാവരിലും ഇല്ലാത്തത് 80% ആളുകളും ദരിദ്രരായിട്ട് ജീവിക്കാനുള്ള കാരണം അവർക്ക് നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പോസിറ്റിവിറ്റി ഉള്ള ആളായി മാറണം. അതിന് നമുക്ക് ഉപാധികളില്ലാതെ ആളുകളോട് പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും നമുക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം, നന്ദിയുള്ളവരായി നമുക്ക് എപ്പോഴും മാറണം. എപ്പോഴും ഒരു നല്ല മനസ്സ്, നന്ദി നമുക്ക് ഉണ്ടാവണം. എത്ര കിട്ടിയാലും അതൊന്നും പോരാ എന്ന് ചിന്തിക്കുന്ന ഒരാളായിട്ടല്ല മാറേണ്ടത്. ഒരു ചെറിയ കാര്യം കിട്ടിയാൽ ഒരു താങ്ക്സ് പറയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ബ്ലെസ്സിങ് നാച്ചർ നമുക്ക് ഉണ്ടാവണം. ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് മൈൻഡ് പവർ ആർജിച്ചെടുക്കാൻ പറ്റുള്ളൂ.
മൈൻഡ് പവർ ആർജിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ശരീരം വേണം, നമുക്ക് നല്ല എനർജി വേണം. അതിന് നമുക്ക് PVMF ബ്രേക്ക്ഫാസ്റ്റും ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. അതിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളും ഡ്രിങ്കിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോയ കാലത്തെ ലിമിറ്റിംഗ് ബിലീഫുകൾ, പിന്നോട്ട് വലിക്കുന്ന ചിന്തകളെ മാറ്റി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പെർസെപ്ഷൻ ഉണ്ടാക്കുക. ഭാവിയെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ, വലിയ കാര്യങ്ങൾ, ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ഇന്നു മുതൽ ഞാൻ നാളെ മുതൽ വലിയൊരു ലെവലിൽ എത്തുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് മുന്നേറാൻ പറ്റണം. അങ്ങനെ മനോഹരമായി നമുക്ക് അങ്ങനെ എത്താൻ പറ്റുന്ന ഒരു കരിയറിലാണ് നമ്മളുള്ളത്. RCM-നകത്താണുള്ളത്. അത് വലിയൊരു രൂപത്തിലേക്ക് ലോകത്തേക്ക് വളർന്നു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു RCM കേരളത്തിൽ ഒരു 3000-ഓളം ആളുകൾ മാത്രം പങ്കെടുക്കുന്ന, MD പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഉണ്ടാവണം. ആ രാജഗിരി കൺവെൻഷൻ സെന്ററിൽ നമ്മൾ ഉണ്ടാവണം. അത് പൃഥ്വിരാജും നടന്മാരൊക്കെ ചെയ്ത സക്സസിന് വേണ്ടി ചെയ്ത ബോഡി ട്രാൻസ്ഫോർമേഷൻ പോലെ 72 മണിക്കൂർ പട്ടിണി കിടന്ന പോലെ അല്ല. അങ്ങനെയൊന്നും കിടക്കണ്ട, അത്രയൊന്നും റിസ്ക് എടുക്കണ്ട. ലോകത്ത് സക്സസ്ഫുൾ ആയി മാറിയ ആളുകൾ എല്ലാവരും ചെറിയ പെയിനുകൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലേ ഇഷ്ടമുള്ളത് നേടാൻ പറ്റുമെന്ന് സന്തോഷ് നായർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. അങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് ഇഷ്ടമുള്ള ഒരു കാലത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ മനോഹരമായ RCM-നകത്ത് വരാനും ഇതിൽ ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നതിൽ 100-500 ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ കേൾക്കാനും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയമണ്ട് ആകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഈ സൂമിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ, ഈ സാങ്കേതിക വിദ്യക്ക് മുന്നിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ, ഈ വീഡിയോ കോൺഫറൻസിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആയ ഒരു കാര്യത്തിലേക്ക് പോകാം. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഈ പ്രോഗ്രാമിൽ കിട്ടിയ എനർജി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിജയത്തിലേക്ക് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനും കൈപിടിക്കാനും സന്തോഷിക്കാനും സ്നേഹം തരാനും മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് RCM, ഗോഡ് ഡയമണ്ട്. താങ്ക് യു സോ മച്ച്.